വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു കിടലിന് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അത് ചക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറഞ്ഞ സാധനങ്ങളെ വേണ്ടുള്ളൂ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന സംഗതികളാണ്. ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയതും. അപ്പോൾ വോയിസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ് വിശദീകരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് ചെറിയ ചക്ക എടുക്കണം. ചക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ചക്കയും എടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാ വണ്ടി ഈ ചെറുത് അല്ല, മൂന്നിലുള്ള ഒരു ചെറുത്. അതെന്ന് വെച്ചാൽ അത് ഒരു ഒത്ത മൂപ്പിൽ ആയി വന്നതാ. അപ്പോൾ ഇതൊന്നും പറ്റൂല, ഈ വലുത് ഇതൊന്നും പറ്റൂല. ഇല്ല, അതൊരു പാങ്ങിനുള്ള ഒരു ഒത്ത ഇതിലായിരിക്കണം, വിരിഞ്ഞ് വന്ന് കുറച്ചാകുമ്പോൾ. ഓക്കെ, ഈ മൂന്നിലുള്ള ഒന്നാണോ വേണ്ടത്? ചെറുത്. ഓക്കെ, ഈ താഴത്തുള്ള ഇതും പറ്റൂലേ? അതും പറ്റും. ഓക്കെ, നമുക്ക് കൊയ്യാലേ? ചക്ക നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിൻ്റെ തോല് ഫുള്ളായിട്ട് ഒഴിവാക്കുക. തോലെന്ന് പറഞ്ഞാൽ അധികം ഉള്ളിലേക്ക് പോവാതെ മേലെയുള്ള ആ ഒരു തോല് നന്നായിട്ട് ചെത്തിയെടുക്കുക. അതിനുശേഷം അത് നേരെ നമ്മൾ രണ്ടായി പിളർന്ന് പിന്നെ നമ്മളത് ചെത്തിയിടുകയാണ് ചെയ്യുക. ചെത്തിയിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു തണ്ട് വരും. ഈ ചക്കയുടെ ഒരു തണ്ട് ഉണ്ടാവും. ആ തണ്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ചെത്തിയെടുത്ത് കളയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറിയ നമുക്ക് അച്ചാറിന് എത്രയാണോ ഏത് സൈസാണോ വേണ്ടത് ആ സൈസിൽ നന്നായിട്ട് മുറിച്ച് ഇടാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കാണാം. അപ്പം നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പീസ് കൂടിയേ ബാക്കിയുള്ളൂ. ഇതും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് വെള്ളത്തിൽ കഴുകുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് ഈ കറുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചക്ക അങ്ങനെ കറുത്ത് പോവും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അത് നമുക്ക് ഫ്രൈ പാനിലേക്ക് മാറ്റാം. ഫ്രൈ പാനിൽ മാറ്റുന്നത് അത് നമുക്ക് ചൂടാക്കി എടുക്കണം. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾ, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞളും എടുത്ത് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ഇത് മൊത്തത്തിൽ ആ ഉപ്പും മുളകും മൊത്തം ഇതാവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഒരു അടിയിൽ കരി വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊന്ന് നന്നായിട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഈ കാണുന്ന പോലെ ചെയ്യാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് അതിലെ വെള്ളം നന്നായിട്ട് വറ്റി എന്ന് കാണുമ്പോൾ നമുക്കത് ഇളക്കിയെടുത്ത് നമ്മൾ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെക്കുകയാണ്. അടുത്ത നമ്മളൊരു സ്റ്റേജ് ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കുറച്ച് സാധനം നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ. ആ ഒരു സാധനം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് അച്ചാർ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഗതികളാണ്. നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, കുറച്ച് മുളകും. അത് ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോ എടുത്തത് അതിൻ്റെ എമൗണ്ടിൽ ആ ഒരു മിശ്രിതം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരെ ഫ്രൈ പാൻ വെച്ചു. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഒരു അധികം വെന്ത് പോകരുത്, ഇളം രീതിയിലാവുമ്പോൾ നമ്മളതെടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ബൗളിലേക്ക് മാറ്റി വെച്ച നമ്മുടെ ആ ഒരു ചക്ക, നേരത്തെ എടുത്ത് വെച്ച ചക്ക
ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് വേറെയും ആഡ് ചെയ്യാനുണ്ട്. വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് അച്ചാർ പൗഡർ അതേപോലെ തന്നെ ഉലുവ പിന്നെ കടുക് അത് രണ്ടും കൂടി വറുത്ത് പൊടിച്ച ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഉലുവയും കടുവും കൂടി വറുത്തിട്ട് പൊടിച്ചെടുത്ത് ഇതിൽ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അച്ചാർ പൗഡർ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, നോർമലി ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് ഒന്ന് പതച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടാൻ മറക്കരുത്. ഞാൻ മറന്നിട്ട് ലാസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മൂടി വെക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോൾ ഇത് ഫുള്ള് വറ്റാൻ പാടില്ല. ഏകദേശം ഒരു ഡ്രൈ നമ്മുടെ ഒരു കൊഴുപ്പ് രൂപത്തിലാവുന്നവരെ അത് ചെയ്യാൻ പാടുള്ളൂ. അതിന് കൂടുതലായ പിന്നെ നമുക്ക് അച്ചാറിൽ ഇതുണ്ടാവില്ല, നീരുണ്ടാവില്ല. ഇപ്പം തന്നെ എനിക്ക് വായിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നാവുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുപ്പിയിലേക്ക് തണിഞ്ഞതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം ഞാൻ കുപ്പിയിലേക്ക് മാറ്റി ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഇതിൽ കുറച്ച് അപ്പോൾ ഇതിൽ നമുക്ക് മധുരമായിട്ടും ഉണ്ടാക്കാൻ പറ്റും. മധുരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതിൽ ഡേറ്റ്സ്, അതായത് ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.